മരുന്നിൻ്റെ ഇഞ്ചക്ഷൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടായിരിക്കും കൺമണി കുറച്ച് സമയം ഉറങ്ങിയിട്ടാണ് എഴുന്നേറ്റത്. സാധാരണ ഈ സമയത്തൊന്നും ഇങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ഇപ്പം ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ ശീലമാണ് കേട്ടോ ഇതൊക്കെ. ഉറക്ക ക്ഷീണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനെ ചോദിച്ച് നടപ്പായിട്ടോ. അമലയുടെ ഫുഡൊക്കെ വാങ്ങി തന്നിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറേ നേരം റൂമിൽ നിന്ന് കളിയൊക്കെയായി. പിന്നെ വൈകുന്നേരം അങ്ങനെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത്. കാരണം അമലേട്ടനും വീട്ടിൽ പോയതുകൊണ്ട് തന്നെ ഇവളുടെ ടൈം നോക്കിയിട്ട് വേണമായിരുന്നു എനിക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 6 ദിവസമായിട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമലേട്ടൻ ഇന്ന് വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞതാണ്. പനിയൊക്കെ മാറി കൗണ്ടൊക്കെ നോർമലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് കുറച്ചുകൂടി ബ്ലഡ് എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം കരഞ്ഞൊന്നുമില്ല, കാരണം ഇപ്പോൾ കുറേ ദിവസമായാലും ഇങ്ങനെ സൂചി കുത്തുന്നു. അതുകൊണ്ട് അവൾക്കതൊരു ശീലമായതുപോലെയായി. കൺമണീൻ്റെ കയ്യിലുള്ള സൂചിയൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആൾ കരയൊന്നും ചെയ്തിട്ടില്ല. പോവുകയെന്നുള്ളത് അവൾക്ക് തന്നെ മനസ്സിലായും തോന്നുന്നു. അതുകൊണ്ട് നല്ല കുട്ടിയായിരുന്ന് കൈയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. സൂചി ഒട്ടിച്ച് വെച്ച് പ്ലാസ്റ്റർ അഴിച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലൊക്കെ തോലൊക്കെ നന്നായിട്ട് പൊന്തിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇനി അവൾ കരയാത്തതാണോ എന്നറിയില്ല. ഞങ്ങൾ രണ്ടുപേരെയും ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് അമലേട്ടൻ ബൈക്കിന് പോയതാണ്. പുറത്തു കൂടെ അമലേട്ടനെ കാണുന്നതുകൊണ്ടാണ് കേട്ടോ കൺമണി ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ പറയാം കേട്ടോ. ടാറ്റാ.